ഹലോ ഗൈസ്, അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞത് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഏകദേശം ടൈം 12:36. ഇവിടുത്തെ ടൈം 12:36. നാട്ടിൽ 3:09. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആക്ച്വലി 11 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പം ഞാൻ എന്താ ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പം എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ പോക്കറ്റ് നിറയെ സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ എന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ബാഗ് ഒന്നൂരി വെക്കട്ടെ. ബാഗിനകത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോക്കറ്റുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫോണ്. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറുണ്ട്. എനിക്ക് കിട്ടിയ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഒരു പേപ്പറാണ്. അപ്പം ഡയറി കൊണ്ടുപോകാൻ മറന്നുപോയി. സോ ഇതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ക്യാനലിൽ ഒട്ടിക്കാൻ കൊണ്ടുപോയ സാധനമാണ്. അത് പേഷ്യൻ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അറിയാതെടുത്ത് പോക്കറ്റിൽ വെച്ചതാണ്. സോ അത് എടുത്തിട്ട് വന്നു. സിറിഞ്ചുകൾ, അതിപ്പം എന്താണ്, ഞങ്ങൾ ഓരോ പേഷ്യൻ്റ് സൈഡിൽ ഇപ്പോൾ ഫ്ലൂയിഡൊക്കെ പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിറിഞ്ച് ഇപ്പം പുതിയ യൂസ് ചെയ്ത നീഡിലൊന്നുമല്ല. ഓക്കെ, ഫ്രഷ് നീഡിലാണ്. അപ്പം അപ്പോഴാണ് ഇത് എപ്പോഴാണ് ഫ്ലഷ് ചെയ്യാനുള്ള സമയം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ സമയത്ത് നമ്മൾ വെളിയിൽ പോയി എടുക്കുന്നതൊക്കെ റിസ്ക്കാണ്. അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ പോക്കറ്റിൽ വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതാണ് എടുത്തിട്ട് വന്നു. പിന്നെ ഒരു ഹെഡ്സെറ്റ്, പിന്നെ കൊണ്ടുപോയ ലിപ് സിറം. ഓക്കെ, അടുത്ത പ്ലാസ്റ്റർ. ക്യാനലയുടെ സാധനങ്ങളൊക്കെ ഇളകിയിരിക്കുകയാണെങ്കിലോ ഡേറ്റ് ഒട്ടിക്കാനാണെങ്കിലോ അങ്ങനെയൊക്കെ ഇത് കൊണ്ട് നടക്കുന്നതാണ്. അത് ഇതിനകത്ത് ബ്ലാക്ക് പെന്ന് മിസ്സായി, അവിടെ വെച്ചിട്ട് ആരണ്ടോ എടുത്തോണ്ട് പോയി. അപ്പം ഇന്ന് ആ പോകുമ്പോൾ വേറെ ബ്ലാക്ക് പെന്ന് കൊണ്ടുപോകണം. അപ്പം ഗ്രീൻ പെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൾട്ടി കളർ പെൻ അതുപോലെ ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച വൈറ്റ് പ്ലാസ്റ്റർ, ഇത് ട്രാൻസ്പെറൻറ്റിൻ്റെ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഒട്ടിയിരിക്കുന്ന ഒരു ഇതാണ്. ചില പേഷ്യൻറ്റിൻ്റെ സ്കിന്നിലൊന്നും ഒട്ടാത്ത സാഹചര്യം വരുമ്പോൾ മറ്റ് പ്ലാസ്റ്റർ ഒട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗ്ലൗസ്. എപ്പോഴാണ് ഇത് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഗ്ലൗസ് നോർമലി എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കും. നമ്മൾ പേഷ്യൻ്റ് ഇപ്പം പെട്ടെന്നാണ് ക്യാനുല അഴിക്കുക, അത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് എടുത്ത് നമ്മൾ പോക്കറ്റിൽ വെക്കുന്നത്. അത് കഴിഞ്ഞ് ബാലൻസ് നമ്മൾ പെട്ടെന്ന് തിക്കി തിരക്കി ഇങ്ങോട്ട് ഓടി വരണല്ലേ, അപ്പം നമ്മൾ തിരിച്ച് കൊണ്ടുപോകില്ല. ഓക്കെ, അത് കഴിഞ്ഞ ഈടിലാണ് ത്രീയാണ്. ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാം. അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് സാധനം, ഇപ്പം ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഇത് ചെയ്യാൻ പോയപ്പോൾ നമ്മളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പം എപ്പോഴാണ് പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മളെടുത്ത് വെക്കുന്നതാണ് ഈ ഗ്ലൗസും സാധനങ്ങളും. അല്ലാണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണത് ഞങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യും. ഇവിടെ എന്തിനാണ് നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഗ്ലൗസ് ഇട്ടാണോ നമ്മളെല്ലാം ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെ വരണമില്ല. നമ്മളിപ്പം നോർമലി അതെടുത്ത് പോക്കറ്റിൽ വയ്ക്കുമ്പോൾ അറിയാണ്ട് ഇവിടെ ആയി പോകുന്നതാണ് ഇവിടെ വരുമ്പം. അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പം ഇന്നത്തെ ഷിഫ്റ്റിൽ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളിയായിട്ട്. അപ്പോൾ ബാക്കി എല്ലാവരും സൗദി സ്റ്റാഫാണ്. പിന്നെ ഒരു സുഡാനീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഫുൾ സൗദികളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം, ഞങ്ങൾക്ക് വേറെ കുറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. കുറ്റങ്ങളങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാറില്ല. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. മീൻസ് നമുക്ക് ദേഷ്യം വരുന്ന ആൾക്കാരൊന്നും നമ്മുടെ വാർഡിൽ അങ്ങനെ ഇല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതാണ്. സോ ഞാനപ്പോൾ ഈ സാധനം അഴിക്കാവേ. ഓക്കെ, അപ്പം ഞാൻ ഇതേണ്ട
അപ്പോൾ ഇന്ന് അപ്പം ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിയുമ്പം അവർ നോർമലി നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് സംസാരിക്കും. എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന്. അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു യൂട്യൂബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മീൻസ് മലയാളി ചേച്ചിമാരുള്ളതും ഇല്ലാത്തതും ഒരുപാട് ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ വാർഡിൽ മലയാളികൾ കുറവാണ്. ബാക്കി എല്ലാ വാർഡിലും നിറയെ മലയാളീസ് ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ വാർഡിൽ മലയാളീസ് കുറവാണ്. എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, കോഫി കുടിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതും മലയാളീസിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും മലയാളത്തിലാണ് സംസാരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലതായിരിക്കും ഷിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.